ഹലോ, ഞാനിന്ന് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം നിങ്ങളോട് സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബിലൊരു ഇൻ്റർവ്യൂ കാണാനിടയായി. മോഡേൺ വിസ്ഡം മലയാളം എന്നാണ് ആ യൂട്യൂബ് ചാനലിൻ്റെ പേര്. അനിൽകുമാർ PC കൊടുത്തൊരു ഇൻ്റർവ്യൂ ആയിരുന്നു അത്. അദ്ദേഹത്തെ നിങ്ങൾക്ക് പിടികിട്ടിയോന്നറിയില്ല. അദ്ദേഹം മെഡിറ്റേഷൻ, സൈക്കോളജി തുടങ്ങിയ മേഖലകളിൽ പ്രാക്ടീസ് ചെയ്യുകയും ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ കുറേ ഈ കൗൺസിലിംഗ് അതുപോലെ ട്രെയിനിങ്ങുകളൊക്കെ കൊടുക്കുന്ന ഒരാളാണ്. എനിക്ക് ആളെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും അറിയില്ല. ഈ ഒരു ഇൻ്റർവ്യൂ വളരെയധികം റിലവൻസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ യൂട്യൂബിൽ ശരിക്കും പറഞ്ഞാൽ ഒരു വീഡിയോയ്ക്ക് മാത്രമായി അധികം നേരം ചിലവഴിക്കാത്ത ആളാണ് ഞാൻ. പക്ഷെ എന്നിട്ടും ഈ വീഡിയോ ഏകദേശം ഒരു 42 മിനിറ്റോളം ഉണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ടു ലാസ്റ്റ് ഈ വീഡിയോ ഒരു മടുപ്പും കൂടാതെ തന്നെ കണ്ടു എന്നുള്ളതാണ് സത്യം. ഇനി നേരെ കാര്യത്തിലേക്ക് വരാം. ലഹരിയും ലഹരി കാരണം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ജീവിതങ്ങളെയും കുറിച്ചുള്ള വാർത്തകളാണല്ലേ ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഈ ഇൻ്റർവ്യൂയുടെ ബേസും ആ വാർത്തകളൊക്കെ തന്നെയായിരുന്നു. ഈ വാർത്തകളൊക്കെ വന്നു തുടങ്ങിയ സമയത്ത് എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, ഇതിനൊക്കെ പിന്നിൽ ലഹരി മാത്രമാണോ കാരണം? പാരൻറ്റിങ്ങിന് ഇതിൽ റോളില്ലേ എന്ന്. ആ ഇൻ്റർവ്യൂ കണ്ടപ്പോഴാണ് മനസ്സിലായത്, അതിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഞാനും പലപ്പോഴായി ചിന്തിക്കുകയും മറ്റുള്ളവരോട് പറയുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇതേ രീതിയിൽ കുറേ കമൻസും ഞാനതിൽ കണ്ടു. ഞാനും ഇതുപോലെ ചിന്തിക്കുകയും മറ്റുള്ളവരോട് പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും ആരും എന്നെ മൈൻഡ് ചെയ്യുന്നില്ല, എൻ്റെ വാക്കുകൾ കേൾക്കുന്നില്ല തുടങ്ങിയ കമൻറ്റുകൾ. സോ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെ ചിന്തിക്കുന്ന കുറേ പേരുണ്ട് എന്ന്. അതുകൊണ്ട് എനിക്കിത് നിങ്ങളോടൊന്ന് ഡിസ്കസ് ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ ആധികാരികമായി ഇതേക്കുറിച്ച് സംസാരിക്കാനൊന്നും എനിക്കറിയില്ല. എങ്കിലും എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് ശരിയെന്ന് തോന്നിയ 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അതിനു മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ. ആ ഇൻ്റർവ്യൂ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടിരിക്കണം. കാരണം ഇന്നത്തെ പാരൻസ് തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണെന്ന് എനിക്ക് തോന്നി. ഇനി നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. ഈ ലഹരിയെക്കുറിച്ചും ലഹരി വിൽക്കുന്നവരെക്കുറിച്ചും അത് വാങ്ങിക്കുന്നവരെക്കുറിച്ചും അതുണ്ടാക്കുന്ന സാമൂഹ്യ വിപത്തിനെക്കുറിച്ചും ഒക്കെ ഈ ടെൻഷൻ അടിക്കുന്നതിനേക്കാളും എത്രയും നല്ലതാണ് നമ്മുടെ മക്കളും വീട്ടിലുള്ളവരും ഇത് ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉറപ്പുവരുത്തുക? അവിടെയാണ് പാരൻറ്റിങ്ങിൻ്റെ റോൾ. നമ്മുടെ മക്കൾക്ക് നമ്മളെ അവരുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായി അല്ലെങ്കിൽ ഒരു വെൽവിഷറായി കാണാൻ സാധിക്കുമെങ്കിൽ അവരെ ഇത്തരം നെഗറ്റീവ് സൈഡ്സിൽ നിന്ന് കുറേയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താൻ നമ്മൾക്ക് പറ്റും എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതെങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ പറ്റും? എനിക്ക് തോന്നുന്നു ആദ്യം നമ്മൾ നമ്മുടെ മക്കളുമായി ഒരു ആഴമേറിയ ആത്മബന്ധം സ്ഥാപിച്ചെടുക്കേണ്ടതുണ്ട്. അത് ഈ മെച്വറായി എന്ന് നമ്മൾ പറയുന്ന ഈ 17 വയസ്സിലോ 18 വയസ്സിലോ അല്ല. ഒരു കുഞ്ഞു വേണം എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന നിമിഷം തൊട്ട് അവനെ മോൾഡ് ചെയ്ത് നല്ലൊരു മനുഷ്യനായി സമൂഹത്തിലേക്ക് വിടുന്നത് വരെ നമ്മൾ അവൻ്റെ എല്ലാ കാര്യത്തിനും റെസ്പോൺസിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, ഒരു കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് 5 വയസ്സ് വരെ വളരെ ഫാസ്റ്റ് ആയിരിക്കുമെന്ന്. സോ ഈ സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അവന് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ, അവൻ എന്തൊക്കെ കാണുന്നുണ്ടോ, അതൊക്കെ അവനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യും. നമ്മൾ നോക്കുമ്പോൾ കുഞ്ഞ് തീരെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അവൻ അവൻ്റെ കളിയിൽ മുഴുകിയിരിക്കുന്നുണ്ടാവും, അവൻ അവൻ്റെ ലോകത്താണെന്ന് നമുക്ക് തോന്നും. പക്ഷേ സത്യത്തിൽ അവൻ നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും കാര്യമായി തന്നെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മക്കൾ ചിലപ്പം നമ്മൾ പറയുന്ന സെൻറ്റൻസുകളിൽ ഏതെങ്കിലും വേർഡ്സ് മാത്രമൊക്കെ റിപ്പീറ്റ് ചെയ്യും. ഇതൊക്കെ എൻ്റെ അനുഭവമാണ് കേട്ടോ. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം അവർ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഈ 5 വയസ്സ് വരെയുള്ള പ്രായത്തിൽ ശരിക്കും കുഞ്ഞുങ്ങൾ കാര്യങ്ങൾ കൂടുതലായിട്ട് പഠിക്കുന്നത് ഈ ഒബ്സർവേഷനിലൂടെയാണ്. ഈ സമയത്ത് കുഞ്ഞുങ്ങളുടെ ഒബ്സർവേഷൻ സ്കിൽ വളരെയധികം കൂടുതലായിരിക്കും. അവരെല്ലാം പഠിക്കുന്നത് ലാംഗ്വേജ് പഠിക്കുന്നത്, എങ്ങനെയാണ് കാര്യങ്ങൾ ഓരോന്നും ചെയ്യുന്നത്, എങ്ങനെയാണ് ഫുഡ് കഴിക്കുന്നത്, അതിൽ കൈ എങ്ങനെയാണ് വെക്കുന്നത്, ഇതൊന്നും നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടല്ല ഒരു കുഞ്ഞ് പഠിക്കുന്നത്. നമുക്ക് പറഞ്ഞു കൊടുക്കാവുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ബാക്കി കാര്യങ്ങളെല്ലാം ഒരു കുഞ്ഞ് പഠിക്കുന്നത് ഒബ്സർവ് ചെയ്തിട്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, ഇപ്പോൾ ഒരു കളിപ്പാട്ടം വെച്ച് നിങ്ങളുടെ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പം ഒരു കാറാണെന്നിരിക്കട്ടെ, നിങ്ങളെ കാറിൽ വീല് കറങ്ങുന്നത് അവനെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ കാണുന്നത് വീല് കറങ്ങുന്നതാണ്, പക്ഷേ നിങ്ങളുടെ കുഞ്ഞ് കാണുന്നത് വീല് മാത്രമായിരിക്കില്ല.
അതിൽ എന്തെങ്കിലും ചെറിയൊരു സ്റ്റിക്കറോ അല്ലെങ്കിൽ എന്തെങ്കിലും ലെറ്ററോ അല്ലെങ്കിൽ വീലിന് തൊട്ടടുത്ത് ചെറിയൊരു മൂവബിൾ പാട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ നിങ്ങളുടെ കുഞ്ഞ് ശ്രദ്ധിക്കും. നിങ്ങളത് നോട്ട് ചെയ്തിട്ട് പോലും ഉണ്ടാവില്ല, പക്ഷേ കുഞ്ഞത് കാണും. അതാണ് കുഞ്ഞിൻ്റെ ഒബ്സർവേഷൻ. അതുകൊണ്ട് തന്നെ ഈ കളിപ്പാട്ടങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഞാൻ മെൻഷൻ ചെയ്ത ആ ഇൻ്റർവ്യൂവിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടിയാണിത്. അതിൽ ഈ തോക്ക് കുട്ടികൾക്ക് കളിപ്പാട്ടമായിട്ട് കൊടുക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ആരാണ് ഈ തോക്ക് ഒരു കളിപ്പാട്ടമായി ഡിസൈൻ ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാനും ഒരുപാട് നാളായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണിത്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു അത്. ഈ തോക്ക് എന്തിനാണ് കളിപ്പാട്ടമായി ഡിസൈൻ ചെയ്തത്? അതൊരിക്കലും കളിക്കാൻ ഉപയോഗിക്കേണ്ട ഒരു സാധനമല്ല അല്ലേ. ഇത് ഒരു കുഞ്ഞിന് ഒരു കളിപ്പാട്ടമായി കൊണ്ടു കൊടുക്കുന്ന ഒരാളും ഇതിൻ്റെ നെഗറ്റീവ് സൈഡ്സ് ചിന്തിക്കുന്നേ ഇല്ല എന്നുള്ളതാണ് വളരെയധികം സങ്കടം തോന്നുന്ന ഒരു കാര്യം. അവർ തൻ്റെ കുഞ്ഞിന് ഒരു പുതിയൊരു കളിപ്പാട്ടം എന്നുള്ള രീതിയിലായിരിക്കും കൊണ്ടു കൊടുക്കുന്നത്. പക്ഷേ അതിൻ്റെ യഥാർത്ഥ ഉപയോഗം ഭാവിയിൽ നമ്മുടെ കുഞ്ഞ് അറിഞ്ഞാൽ അത് അവൻ്റെ ഭാവിയെ നല്ല രീതിയിലാണോ അതോ മോശമായിട്ടാണോ എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നൊന്ന് ചിന്തിക്കാൻ ഏതൊരു പാരൻറ്റും തയ്യാറാവണം. ഈ തോക്ക് കൊണ്ട് കളിക്കുന്ന എല്ലാ കുട്ടികളും ആ വഴിയെ പോകുന്നു എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ എത്രയോ കുട്ടികൾ അതിന് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും കുറച്ച് വലുതായ കുട്ടികൾ, അവർക്ക് ഇതിൻ്റെ യൂസ് അറിയാം, ഇത് ആൾക്കാരെ വെടിവെക്കാനുള്ളതാണ്. സോ അവർ അതുപോലെ ആ തരത്തിലുള്ള കളികൾ, ഒരു കുട്ടി വെടിവെക്കുന്നോ മറ്റേയാൾ മരിക്കുന്ന പോലെ അഭിനയിക്കുന്നോ അങ്ങനെയുള്ള കളികൾ കളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സോ അത് നല്ലതാണോ? അതൊരു കളിയാണോ? ഇതൊക്കെ കളിക്കാൻ കൊടുക്കേണ്ട സാധനമാണോ? ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു അല്ലേ? നിങ്ങൾക്ക് എന്താണ് ഇതിൽ തോന്നുന്നത്? പിന്നെ ഇതൊരു കളിപ്പാട്ടമല്ല എന്ന് പറഞ്ഞ് ഇതിനെ ബാൻ ചെയ്യാനൊന്നും തൽക്കാലം നമ്മളെ കൊണ്ട് പറ്റില്ല അല്ലേ. സോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ? കുട്ടികൾ ഇത് കാണുമ്പോൾ തീർച്ചയായിട്ടും അത് കിട്ടണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരയും, അത് ഷുവറാണ്. പക്ഷേ നമുക്ക് അതിൻ്റെ നെഗറ്റീവ് സൈഡ്സ് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി ഇത് നല്ലതല്ല എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് തന്നെ അത് വേണ്ട എന്ന് പറയിപ്പിക്കാൻ നമുക്ക് കഴിയണം. അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുമായി വളരെ ആഴമേറിയ ഒരു ആത്മബന്ധം സ്ഥാപിച്ചെടുക്കേണ്ടതുണ്ട് എന്ന്. കുട്ടികൾക്ക് തോന്നണം ഏതൊരു കാര്യവും എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ അമ്മമ്മ അല്ലെങ്കിൽ അച്ഛമ്മ നമ്മളോട് നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെനിക്ക് നല്ലതല്ല, അവരെൻ്റെ സേഫ്റ്റിയാണ് നോക്കുന്നത്, അവരെനിക്ക് നല്ലത് മാത്രമേ പറഞ്ഞു തരൂ എന്നുള്ളൊരു ബോധം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കണം. അത് ഉണ്ടാക്കിയെടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. ഒരിക്കലും എൻ്റെ കുട്ടി എന്നെ അനുസരിക്കുന്നില്ല എന്ന് പറയുന്നത് ഒരിക്കലും ആ കുഞ്ഞിൻ്റെ തെറ്റല്ല, അത് നമ്മുടെ തെറ്റാണ്. നമ്മളെങ്ങനെയാണ് അവനോട് ബിഹേവ് ചെയ്യുന്നത്, നമ്മളെങ്ങനെയാണ് മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് ആ കുഞ്ഞ് കണ്ടുപഠിക്കുന്നത്. സോ അവൻ നമ്മളെ അനുസരിക്കുന്നില്ലെങ്കിൽ അത് നമ്മുടെ തെറ്റാണ്. അത് മനസ്സിലാക്കി ആ കുഞ്ഞിനെ നല്ല രീതിയിൽ വഴക്ക് പറയുകയോ അടിക്കുകയോ ചെയ്യുകയല്ല വേണ്ടത്. അതിന് പകരം നല്ല രീതിയിൽ സ്നേഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് നമ്മുടെ വഴിയെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. അവരുടെ മനസ്സിൽ കൃത്യമായ ബോധ്യമുണ്ടായിരിക്കണം, ഞാനിത് വെറും ഒരു കളിപ്പാട്ടമായി മാത്രമാണ് യൂസ് ചെയ്യുന്നത് എന്ന്. ഒരു തോക്കുണ്ടെങ്കിൽ ആ തോക്ക് കൊണ്ട് ഞാനൊരു ലക്ഷ്യം വെച്ചിട്ടുണ്ട്, ആ ലക്ഷ്യത്തിലേക്ക്, ഇപ്പോൾ ഒരു വോളിലേക്കാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്, ശരി, ആ വോളിൽ എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. അല്ലാതെ ഇതിൻ്റെ നെഗറ്റീവ് സൈഡ്സിലേക്ക് ഞാൻ ചിന്തിക്കുന്നില്ല, അതെനിക്ക് വേണ്ട. ഇപ്പോൾ ഒരു ബലൂൺ അവിടെയുണ്ട്, ആ ബലൂൺ പൊട്ടിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അങ്ങനെ മാത്രം ചിന്തിക്കാൻ നിങ്ങളുടെ കുട്ടികൾക്ക് പറ്റണം. അല്ലാതെ ഇപ്പോൾ തൊട്ടടുത്ത് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ആ ഫ്രണ്ടിന് നേർക്ക് ഞാൻ ഒരിക്കലും ഈ തോക്ക് ചൂണ്ടില്ല എന്ന് ആ കുട്ടി തന്നെ കരുതണം. അങ്ങനെ കളിക്കാൻ പറ്റിയൊരു കളിപ്പാട്ടമല്ല ഇതെന്ന് ആ കുഞ്ഞിന് ബോധ്യപ്പെടണം. അങ്ങനെ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഇത്തരം സാധനങ്ങൾ കളിക്കാൻ കൊടുക്കുക. പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ കുട്ടികൾ ഈ കാറ് ഇങ്ങനെ ഒരു കാറ് മറ്റൊരു കാറിനെ ഇടിച്ചു തെറിപ്പിച്ച് പോകുന്ന രീതിയിലുള്ള കളികൾ, അത്തരം കളികളും അതൊക്കെ നെഗറ്റീവ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ചിലപ്പം പറയാം ഇതൊക്കെ ഒരു കളികളാണ്, ഇങ്ങനെയല്ലാതെ കുട്ടികൾ എങ്ങനെയാണ് കളിക്കേണ്ടത് എന്ന് ചോദിക്കാം. പക്ഷെ ഞാൻ പറയുന്നത് ഇതൊക്കെ കളികളാണ്, കളിച്ചോട്ടെ. പക്ഷെ ഇങ്ങനെ കളിക്കുന്ന കണ്ടാൽ നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റണമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ കാണുകയും ചെയ്യുകയും ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മളെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ.
അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഞാൻ പറഞ്ഞല്ലോ, ഒരു 5 വയസ്സ് വരെ ഈ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് വളരെയധികം ഫാസ്റ്റ് ആയിരിക്കും. സോ ഈ സമയത്ത് അവരിത്തരം ഈ നെഗറ്റീവായിട്ടുള്ള കളികളിലൊക്കെ ഇൻവോൾവ് ചെയ്യുമ്പോൾ അത് അവരുടെ ഈ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ ഒരിക്കലും പോസിറ്റീവായിട്ടായിരിക്കില്ല എഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. ഒരു കാറ് മറ്റൊരു കാറിനെ ഹേർട്ട് ചെയ്യുകയാണ്. സോ അതിലാണ് അവർ സന്തോഷം കണ്ടെത്തുന്നത്. ഒന്നൊന്നിനെ ഇടിച്ച് തെറിപ്പിക്കുമ്പോഴാണ് ആ കുട്ടി ചിരിക്കുന്നത്. അതൊരിക്കലും ചിരിക്കാൻ പറ്റിയൊരു കാര്യമല്ല അല്ലേ ഇൻ റിയൽ സിറ്റുവേഷൻ. സോ അത് അവർക്ക് ബോധ്യപ്പെടണം. അവർക്ക് വേണമെങ്കിൽ ഒരു കാർ റേസിംഗ് പോലെ ഗെയിം കളിക്കാം അല്ലേ, അല്ലെങ്കിൽ പല റൂട്ടുകളിലൂടെ ഒരു കാർ ഓടിച്ചിട്ട് ആ രീതിയിൽ കളിക്കാം. സോ അങ്ങനെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ സ്ക്രീൻ ടൈമാണ്. നമ്മളെപ്പോഴും ഈ സ്ക്രീൻ ടൈം ഒന്ന് കൺട്രോൾ ചെയ്യണം എന്ന് പറയല്ലേ കുട്ടികളുടെ കാര്യത്തിൽ. അത് പറയുന്നത് ശരി തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ എത്രത്തോളം കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റും, അതിനൊരു ലിമിറ്റ് ഉണ്ടല്ലേ. അതിൽ നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഒന്നാണ് ഈ ഓൺലൈൻ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് ആനിമേഷൻ കാർട്ടൂൺസ് ഉണ്ടല്ലേ, അത്. ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾ പഠിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പണ്ടൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന കാർട്ടൂൺസ് പോലെയല്ല ഇപ്പോഴും. പണ്ടൊക്കെ ഇപ്പം നമ്മളൊരു ടോം ആൻഡ് ജെറി കാണുന്നു. ടോം ആൻഡ് ജെറിയിൽ അത് മാത്രമല്ലേ, ഒരു പൂച്ചയോടുന്നു, എലി ഓടുന്നു, അതിന് പുറകെ പൂച്ചയോടുന്നു, അങ്ങനെ മാത്രം. അതിൽ കുറേ ചിരിക്കാനുള്ള ഓരോ കാര്യങ്ങൾ, കുറേ ഫണ്ണി എലമെൻറ്റ്സ് ആണ് അതിൽ ഉള്ളത്. പക്ഷേ ഇന്നത്തെ കാർട്ടൂൺസ് അങ്ങനെ ഫണ്ണി എലമെൻറ്റ്സ് മാത്രമല്ല, നമ്മൾ ഓരോ ഡെയിലി റുട്ടീൻസ്, നമ്മൾ ഒരു കുഞ്ഞ് കുളിക്കുന്നത് എങ്ങനെയാണ് കുളിക്കുന്നത്, അതിലവൻ എങ്ങനെയാണ് എൻജോയ് ചെയ്യുന്നത്, എൻജോയ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് കുളിക്കുന്നത്, എൻജോയ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഫുഡ് കഴിക്കുന്നത്, എൻജോയ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഒരു ഹെൽത്തി മീൽ കഴിക്കുന്നത്, അങ്ങനെയുള്ള പലതരം. ഞാൻ ഇങ്ങനെ 1-2 എക്സാമ്പിൾസ് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഡെയിലി ചെയ്യേണ്ട ഒട്ടുമിക്ക കാര്യങ്ങളെക്കുറിച്ചും ഇന്ന് നമുക്ക് കാർട്ടൂൺസ് അവൈലബിൾ ആണ്. ഒരുപാട് കാർട്ടൂൺസ് അവൈലബിൾ ആണ്. സോ ഇതൊക്കെ ഒരു കുഞ്ഞിന് വളരെയധികം ഹെൽപ്ഫുൾ തന്നെയാണ്. പക്ഷേ അതിൻ്റെ കൂടെ കുറേ അധികം നെഗറ്റീവ്സും കയറി വരുന്നുണ്ട്. പോസിറ്റീവ്സ് ഉണ്ടെങ്കിൽ എന്തായാലും നെഗറ്റീവ്സ് ഉണ്ടല്ലോ. ഒരുപാട് ഇത്തരം ഈ എന്താ പറയുക, ഈ ജോണി ജോണി യെസ് പപ്പ, ആ പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പാട്ടല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ കാർട്ടൂൺസ് ഉണ്ട്. അപ്പം ഇതൊക്കെ കാണിക്കുന്ന മിക്കവാറും ചാനൽസിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ കുട്ടി എന്തെങ്കിലും ചോക്ലേറ്റോ എന്തെങ്കിലും എടുത്ത് കഴിക്കും, അത് പാരൻസ് കണ്ടുപിടിക്കുന്നു, അതിന് കുട്ടിക്ക് അത് അവൻ ചെയ്ത് തെറ്റാണെന്നുള്ളത് ബോധ്യപ്പെടുന്നില്ല. സോ വീണ്ടും അവൻ റിപ്പീറ്റ് ചെയ്യാണ്, വീണ്ടും പാരൻ്റ് അത് കണ്ടുപിടിക്കും. ഇത് തന്നെയാണ് റിപ്പീറ്റായി പോയിക്കൊണ്ടിരിക്കുന്നത്. അറ്റ് ദി എൻഡ് സോങ് കഴിയുന്നവരെ അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുഞ്ഞ് മേ ബി ചിന്തിക്കുന്നത് എന്താ, ഇപ്പോൾ ചോക്ലേറ്റ് കഴിച്ചാലും പ്രശ്നമൊന്നുമില്ല, കണ്ടുപിടിച്ചാൽ വേറെ ഇപ്പോൾ തല്ല് കിട്ടാനോ വഴക്ക് കിട്ടാനൊന്നും പോകുന്നില്ല, അത് പ്രശ്നമൊന്നുമില്ല, വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ കണ്ടുപിടിക്കുന്നെങ്കിൽ കണ്ടുപിടിച്ചോട്ടെ എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കാം, എനിക്കറിയില്ല. കാരണം എനിക്കത് കണ്ടിട്ട് അങ്ങനെയാണ്, അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇതിലേക്ക് എനിക്ക് തോന്നിയില്ല. ഈ പാട്ട് പല ചാനൽസ് ഇറക്കുന്നുണ്ട്, എല്ലാ ചാനൽസിലും ഇങ്ങനെ തന്നെയാണ് കണ്ടിട്ടുള്ളത്. പിന്നെ ഏതൊക്കെ 1-2 ഡിഫറെൻ്റ് ആയി കണ്ടിട്ടുണ്ട്. ഇതിന് പകരം ചോക്ലേറ്റിന് പകരം ക്യാരറ്റൊക്കെ കഴിക്കുന്ന രീതിയിൽ അങ്ങനെ കാണിച്ചിട്ടുണ്ട്. അത് നല്ലൊരു മെസ്സേജ് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു പ്രസൻറ്റേഷൻ ആയിരുന്നു, അതെനിക്കിഷ്ടപ്പെട്ടു. സോ അങ്ങനെ നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ പറ്റണം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഓൺലൈനിൽ ഒരുപാട് കാര്യങ്ങൾ അവൈലബിൾ ആണ്. സോ നമ്മുടെ കുട്ടികൾക്ക് എന്താണ് നല്ലതെന്നുള്ളത് ഫിൽട്ടർ ചെയ്തിട്ട് നമുക്ക് കാണിക്കാൻ പറ്റണം. അങ്ങനെ കാണിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് അത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഇതിൽ കാണിക്കുമ്പം ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഈ കുട്ടികൾ കൂടുതലായിട്ട് ഇതിലേക്ക് അങ്ങ് അഡിക്റ്റ് ആയി പോകുന്നുണ്ടോ? കുട്ടികൾക്ക് പുറത്ത് പോയി കളിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ? ഈ ടി വിയിൽ അങ്ങോട്ട് അഡിക്റ്റായി പോകുന്ന കുട്ടികൾക്ക് പുറത്ത് പോയിട്ട് കളിക്കാൻ വലിയ ഇൻട്രസ്റ്റ് കാണില്ല. സോ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഈ വയലൻസ് ഉള്ള വീഡിയോസൊന്നും കുട്ടികളെ കാണിക്കാതിരിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, നന്നായിട്ട് ഫിൽട്ടർ ചെയ്തിട്ട് വേണം നമ്മൾ കുട്ടികളെ കാണിക്കാൻ വേണ്ടിയിട്ട്. നമുക്കും തെറ്റുകളൊക്കെ പറ്റുമല്ലേ, അതൊക്കെ സ്വാഭാവികമാണ്. നമ്മളത് തിരുത്തിയിട്ട് മുന്നോട്ട് പോവുകയാണ് സാധാരണ മനുഷ്യൻ ചെയ്യുക അല്ലേ. അങ്ങനെ ചെയ്യാൻ റെഡി ആവുകയാണെങ്കിൽ നമ്മൾ വിജയിക്കും, അത്രേ ഉള്ളൂ. എനിക്കും തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ട്. ഞാൻ കുഞ്ഞിന് ഈ ഒരു ട്രെയിനിൻ്റെ വീഡിയോ കാണിച്ചു കൊടുക്കുമായിരുന്നു. അത് ഇങ്ങനെയായിരുന്നു, ഒരു ട്രെയിൻ വരുന്നു, അത് വേറൊരു ട്രെയിൻ ഇടിച്ച് തെറിപ്പിക്കുന്നു, എന്നിട്ട് ഇത് മുന്നേക്ക് പോകുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ മുന്നിലൊരു ബ്ലോക്കോ മറ്റോ വരും, അത് ഈ ബ്ലോക്കിലേക്ക് ഇടിച്ച് തകരും, എന്നിട്ട് വേറെ പുതിയൊരു ട്രെയിൻ വരും, അങ്ങനെയുള്ള വീഡിയോസ്. അപ്പോൾ അത് ഞാൻ സെർച്ച് ചെയ്തെടുത്തൊന്നുമല്ല, പക്ഷെ അതിങ്ങനെ വന്നപ്പോൾ
എനിക്ക് കണ്ടപ്പോൾ ഒരു രസമായിട്ട് തോന്നി. ആനിമേഷനൊക്കെ കൊള്ളായിരുന്നു. അപ്പോൾ അത് ഞാൻ വെച്ചു കൊടുത്തു. ആദ്യം അവൻ ഇൻട്രസ്റ്റ് ഉണ്ടായില്ല, പിന്നെ അവൻ ഭയങ്കര ഇൻട്രസ്റ്റിൽ കാണാൻ തുടങ്ങി. പക്ഷെ ഒരാഴ്ച വെച്ചു കൊടുത്തപ്പോൾ പിന്നെ എനിക്ക് ഫീൽ ചെയ്തു അത് ശരിക്കും നെഗറ്റീവാണല്ലോ. ഒന്നൊന്നിനെ ഇടിച്ച് തെറിപ്പിക്കുന്നു, പോകുന്നു, പുതിയത് വരുന്നു, ഫുൾ ഇങ്ങനെ ആക്സിഡൻ്റ് ആയിട്ടുള്ള രീതിയിൽ ആണ് കാണിക്കുന്നത്. വേറെ ആൾക്കാരൊന്നും കാണിക്കുന്നില്ല, ഇത് മാത്രം ട്രെയിൻ മാത്രമാണ്. പക്ഷെ അത് നെഗറ്റീവാണല്ലോ. അതോടെ ഞാനത് നിർത്തി. പിന്നെ ഞാൻ ഇതുവരെ അങ്ങനത്തെ വീഡിയോസ് വെച്ച് കൊടുത്തിട്ടില്ല. സോങ്സ് മാത്രമേ വെച്ച് കൊടുക്കാറുള്ളൂ. അത്തരം നെഗറ്റീവ്സ് ഒഴിവാക്കിയാൽ ഈ ആനിമേഷൻസിനെ വളരെ യൂസ്ഫുൾ ആയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. പാരൻറ്റിങ് ഇതിലൊന്നും ഒതുങ്ങുന്നില്ല. ബാക്കി അടുത്ത വീഡിയോയിലാവാം. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.